മാറില്ല മാറില്ല ഞാൻ ആരാധിക്കും എന്നും നൃത്തം ഞാൻ ചെയ്തിടും ആയുസ്സുള്ള നാളല്ല എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ മാറില്ല മാറില്ല ഞാൻ ആരാധിക്കും എന്നും നൃത്തം ഞാൻ ചെയ്തിടും ആയുസ്സുള്ള നാളല്ല. സ്നേഹമുള്ളവരെ, ഫ്രെഡറിക് രണ്ടാമൻ ചക്രവർത്തി സ്പാൻഡോ ജയിലിൽ സന്ദർശനം നടത്തുകയായിരുന്നു. ഓരോ തടവുകാരനെയും അദ്ദേഹം കണ്ടു ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ വരാനിടയായത്? ഓരോരുത്തരും സ്വന്തം തെറ്റ് മറച്ചു വെച്ചുകൊണ്ട്, എൻ്റെ കുറ്റം കൊണ്ടല്ല എനിക്ക് ഈ അവസ്ഥ ഭവിച്ചത്, മറ്റു പലരുടെയും അനീതിയുടെ ഫലം ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾ മാത്രം പറഞ്ഞു, പ്രഭു, എൻ്റെ ഈ ജയിൽവാസത്തിൻ്റെ കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ തെറ്റ് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. അത് കേട്ട് രാജാവ് പറഞ്ഞു, ഇവിടെയുള്ള മറ്റെല്ലാവരും നീതിമാന്മാരാണല്ലോ, അവരുടെ ഇടയിൽ താങ്കളെപ്പോലെ ഒരു പാതകി കിടക്കുന്നത് ശരിയല്ല. താങ്കൾക്ക് പോകാം. തെറ്റുകളും പരാജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുക സാധാരണമാണ്. പക്ഷെ അവ മറച്ചു വയ്ക്കുവാനും മറ്റുള്ളവരുടെ മുന്നിൽ നിഷ്കളങ്കരായി പ്രത്യക്ഷപ്പെടുവാനുമാണ് നാം എല്ലാവരും പരിശ്രമിക്കുന്നത്. ബാഹ്യമായി എത്ര തന്നെ മൂടി വെച്ചാലും നമ്മുടെ അന്തരംഗം എല്ലാം വസ്തുനിഷ്ഠമായി കാണുവാൻ പരിശ്രമിക്കും. മനസാക്ഷിയുടെ വിധിയിൽ നിന്ന് ഒളിച്ചോടുവാൻ ആർക്കും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. സ്വന്തം കുറവുകൾ മനസ്സിലാക്കി തിരുത്തുവാൻ തയ്യാറാകുന്നതുവരെ മനുഷ്യ മനസ്സ് അസ്വസ്ഥമായിരിക്കും. ബാഹ്യമായ കഞ്ചുകത്തിനുള്ളിൽ കത്തിക്കാളുന്ന മനസ്സിന്റെ വേദന പോലെ തീവ്രമായി മറ്റൊന്നില്ല. പക്ഷെ മൂടി വയ്ക്കുവാനും സ്വയം നീതീകരിക്കുവാനും മനുഷ്യൻ ശ്രമിക്കുന്നു എന്നതാണ് ഏറ്റവും പരിഹാസ്യമായിട്ടുള്ളത്. തെറ്റ് ചെയ്യുക എന്നത് ചിലർക്ക് സ്വഭാവമായി തന്നെ തീരും. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം തെറ്റ് മനസ്സിലാക്കാനുള്ള വെളിച്ചം ഹൃദയത്തിലേക്ക് കടത്തിവിടാൻ അവർക്ക് ഇഷ്ടമില്ല. പഠിച്ചതേ പാടൂ എന്ന മട്ടിൽ തെറ്റിൽ തന്നെ തുടർന്നു. തെറ്റ് ചെയ്യുമ്പോൾ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്നു. അത് ഗൗനിക്കാതെ തെറ്റ് തുടരുമ്പോൾ മനസാക്ഷി മരവിച്ച് കുറ്റബോധം നഷ്ടപ്പെട്ട് തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, പ്രകൃതിയിൽ നോക്കിയാൽ രണ്ടു തരം ജീവികളെ കാണാം. വെളിച്ചം ഇഷ്ടപ്പെടുന്നവരും വെളിച്ചം വെറുക്കുന്നവരും. സത്യത്തിന്റെ പ്രകാശത്തിൽ ഇരിക്കുവാനും ആ പ്രകാശത്തിൽ സ്വയം മനസ്സിലാക്കുവാനും ശ്രമിക്കുന്ന ഒരു കൂട്ടർ. ജീവിതത്തിന്റെ പാകപ്പിഴകൾ വെളിച്ചത്തിൽ പരിശോധിച്ച് ജീവിതം നവീകരിക്കുവാൻ അവർക്ക് കഴിയുന്നു. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ഇഷ്ടമില്ലാത്തവരും അവ തിരുത്തി ജീവിതം നവ്യമായി കരുപിടിപ്പിക്കുവാൻ ആഗ്രഹമില്ലാത്തവരും ഇരുളിൽ തന്നെ കഴിയുവാൻ ശ്രമിക്കുന്നു. ആത്മീയവും സാംസ്കാരികവുമായ പുരോഗതി നാം പ്രാപിക്കും തോറും മനസാക്ഷിയും കൂടുതൽ സുശക്തമാകും. സ്വയാവബോധം വരുത്തുവാനും പോരായ്മകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. പ്രകാശം സ്വീകരിച്ച് സ്വയം ഉള്ളറകൾ പരിശോധിക്കാനും ആ പരിശോധനയിലൂടെ കുറവുകൾ കണ്ടെത്തി ഉന്നതമായ ലക്ഷ്യം പ്രാപിക്കുവാനും നാം പ്രാപ്തരാകുന്നു. പ്രകാശത്തിന്റെ തലത്തിൽ വ്യാപരിക്കുവാൻ കഴിയാത്തിടത്തോളം കാലം മനുഷ്യൻ പൂർണ്ണനാകുന്നില്ല. യേശുക്രിസ്തു പറഞ്ഞു, ശരീരത്തിന്റെ വെളിച്ചമാണ് കണ്ണ്. നിന്റെ കണ്ണ് തെളിവുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായിരിക്കും. നേരെ മറിച്ച് നിന്റെ കണ്ണ് കലുഷമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുട്ടുള്ളതായിരിക്കും. നാം പ്രകാശത്തിന്റെ മക്കളായി പ്രകാശത്തിന്റെ മാർഗത്തിൽ ചരിക്കുന്നവരായി തീരുവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് സദൃശവാക്യങ്ങൾ 2-ാം അധ്യായം 11-ാം വാക്യം ഓർപ്പിക്കുന്നത്. വകതിരിവ് നിന്നെ കാക്കും, വിവേകം നിന്നെ സൂക്ഷിക്കും. അതെ, ആ ജ്ഞാനത്തിൽ, ആ പരിജ്ഞാനത്തിൽ, ആ വിവേകത്തിൽ നിറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ.